താമരശ്ശേരി എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് നടന്ന SSLC പരീക്ഷയിൽ 49 നമ്പർ പരീക്ഷാ ഹാളിൽ ഏറ്റവും പുറകിലെ ഡെസ്കിൽ 628 307 എന്ന രജിസ്റ്റർ നമ്പർ എഴുതിയ ഇരിപ്പിടം ശൂന്യമായിരുന്നു. അത് മറ്റാരുടെയുമായിരുന്നില്ല. സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിനിരയായി ഈ ലോകത്തോട് വിട പറഞ്ഞ ഷഹബാസിൻ്റെതായിരുന്നു. 20 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഹാളിലെ അവസാന വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ്. പക്ഷേ ആ ഇരിപ്പിടം ശൂന്യമായിരുന്നു. അവനെ സ്നേഹിച്ച കൂട്ടുകാരുടെയും അധ്യാപകരുടെയും മനസ്സിൽ അതേ ശൂന്യത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവിലെത്തിയ മകൻ പരീക്ഷ എഴുതി ജീവിതത്തിന്റെ പടവുകൾ കയറുന്നത് സ്വപ്നം കണ്ട ആ മാതാപിതാക്കളുടെ മനസ്സിലും അതേ ശൂന്യത തന്നെയാണ് നിറയുന്നത്. മകന്റെ ഓർമ്മകളിൽ ആ മനസ്സുകൾ ഇപ്പോഴും പിടയുകയാണെന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല. കൊല്ലപ്പെട്ട ഷഹബാസ് 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ അവനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ആ കൊലപാതകികൾ ഇന്ന് അവരുടെ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. മുഹമ്മദ് ഷഹബാസ് കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ വെച്ചാണ് SSLCയുടെ ആദ്യ പരീക്ഷ എഴുതിയത്. കൊലപാതകികളായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിൽ വലിയ പ്രതിഷേധം നടന്നിട്ടും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അവർക്കതിനുള്ള അവസരം ഒരുക്കി നൽകി. തന്റെ മകൻ 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നാണ് നെഞ്ചു പൊട്ടുന്ന വേദനയിലും ഷഹബാസിന്റെ പിതാവ് ചോദിക്കുന്നത്. പക്ഷേ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണെന്ന് മറുപടി പറയാനേ നമുക്കൊക്കെ സാധിക്കൂ. ആ കൊലപാതകികൾ അവരുടെ അടുത്ത പരീക്ഷകളും എഴുതും. നിയമത്തിന്റെ പഴുതുകളിലൂടെ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പുറത്ത് തകൃതിയായി നടക്കുകയും ചെയ്യും. അങ്ങനെ അവർ പുറത്തിറങ്ങിയാൽ അടിവരയിടുന്ന ഒരു കാര്യമുണ്ട്. ആ കൊലപാതകികൾ നടത്തിയ ചാറ്റുകളിൽ പറയുന്നത് പോലെ അവനെ കൊന്നാലും നമുക്കൊന്നും കുഴപ്പമുണ്ടാകില്ല, കേസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന കാര്യം. ഒരാളെ കൊല്ലുന്നത് പോലും ഇത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവർ പറയണമെങ്കിൽ അത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയുടെ പരാജയം തന്നെയല്ലേ? കൊല്ലും കൊലയും പീഡനവും ഒക്കെ നടത്തിയിട്ട് നമ്മുടെ നാട്ടിൽ വീണ്ടും കൂളായി നടക്കുന്ന കൊടും കുറ്റവാളികൾ ആ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കൊലപാതകം ഒരു നിസ്സാര കാര്യമാണെന്ന മാതൃക നൽകിയതുകൂടിയാണ് ഷഹബാസ് ഈ ലോകത്തു നിന്നും വിട പറയാനുണ്ടായ മറ്റൊരു പ്രധാന കാരണവും. സംസ്ഥാനത്തുടനീളം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ്. നാടിന്റെ ഭാവിയെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ക്രൂരതയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? മദ്യവും മയക്കുമരുന്നുമൊക്കെ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇത്ര എളുപ്പത്തിൽ ലഭിക്കാൻ തുടങ്ങിയത്? ഇതൊന്നും അത്ര നിസ്സാര കാര്യമല്ല. നമ്മുടെ നാടിന്റെ ഭാവിയാണ് ഇവിടെ നശിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കരുതി കൂട്ടി നശിപ്പിക്കുന്നത്. മക്കളെ സ്കൂളിൽ വിടാൻ പോലും ഭയപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതിനൊരു പോംവഴി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മദ്യവും മയക്കുമരുന്നും കൊല്ലും കൊലയും നമ്മുടെ ഭാവി തലമുറയുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇനിയും ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയില്ല. അധികാരികൾ ഇനിയെങ്കിലും ഇതിനൊക്കെ തടയിടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ഭാവി തലമുറ നശിച്ചു പോയിക്കൊണ്ടേയിരിക്കും.